പ്രതിരോധ രംഗത്തെ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ അടിത്തറ കൂടിയാണ്. അത്തരത്തിൽ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ അതിനെ ചോദ്യം ചെയ്യുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുമായുള്ള 45 കോടി ഡോളറിന്റെ, അതായത് ഏകദേശം 4084 കോടി രൂപ ബ്രഹ്മോസ് മിസൈൽ കരാർ അന്തിമഘട്ടത്തിൽ നിൽക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്തോനേഷ്യ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പ്രതിരോധ മേഖലയെ പുതിയ സംഭവവികാസങ്ങൾ ജാഗ്രതയിൽ ആക്കിയിട്ടുണ്ട്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് വികസിപ്പിച്ച യുദ്ധവിമാനങ്ങളാണ് JF-17 തണ്ടർ. ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്തോനേഷ്യയുടെ നീക്കം ഇന്ത്യക്ക് ഒരു പ്രഹരമാണ്. കാരണം നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്തോനേഷ്യയുടെ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ സൈനിക സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഇന്തോനേഷ്യയെ ഒരു പ്രധാന പങ്കാളിയായാണ് ഇന്ത്യ കാണുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തെയും വിശ്വാസത്തെയും ബാധിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ സങ്കീർണമാക്കാൻ ഈ നീക്കം കാരണമായേക്കാം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബ്രഹ്മോസ് കരാറിനായുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ബ്രഹ്മോസ് എയ്റോസ്പേസിൽ 49.5% ഓഹരിയുള്ള റഷ്യയുടെ ഔദ്യോഗിക അനുമതി മാത്രമാണ് ഇനി കരാർ ഒപ്പിടുന്നതിനായി ലഭിക്കാനുണ്ടായിരുന്നത്. ഫിലിപ്പൈൻസിന് ശേഷം ഈ മിസൈൽ സംവിധാനം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായി ഇന്തോനേഷ്യ മാറാനിരിക്കെയാണ് പുതിയ നീക്കവും എത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി ഷാഫ്രി ഷംസുദ്ദീനും പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹി അഹമ്മദ് ബാബർ സിന്ധുവും തമ്മിൽ നടത്തിയ ഉന്നതതല ചർച്ചയിലാണ് JF-17 വിമാനങ്ങളുടെ കാര്യം ഉയർന്നു വന്നത്. ഏകദേശം 40 വിമാനങ്ങൾ വരെ ഇന്തോനേഷ്യയ്ക്ക് നൽകാമെന്ന് പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്തതായാണ് വിവരം. ഇതിനു പുറമെ പാകിസ്ഥാൻ നിർമ്മിത ഡ്രോണുകൾ വാങ്ങുന്ന കാര്യവും ഇന്തോനേഷ്യ പരിഗണിക്കുന്നുമുണ്ട്. തന്ത്രപരമായ താൽപ്പര്യങ്ങളുടെയും വിശ്വാസ്യതയുടെയും അടിസ്ഥാനത്തിലുള്ള പങ്കാളിത്തം ആവശ്യമുള്ള സമയത്ത് ഇന്തോനേഷ്യയുടെ ഈ നീക്കം തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ചൈനയ്ക്കെതിരെ പ്രതിരോധം ശക്തമാക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് സാധിക്കും എന്നിരിക്കെ പാകിസ്ഥാനുമായുള്ള പുതിയ ബന്ധം ഇന്ത്യ ജാഗ്രതയോടെയാണ് കാണുന്നത്. ചൈനയുമായുള്ള ബന്ധത്തിൽ ഇന്തോനേഷ്യയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ അത് ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകും. ഈ സാഹചര്യത്തിൽ ബ്രഹ്മോസ് കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയതായാണ് വിവരം. ഇന്തോനേഷ്യയ്ക്ക് പുറമെ ബംഗ്ലാദേശും സമാനമായ രീതിയിൽ JF-17 വിമാനങ്ങൾക്കായി ചർച്ചകൾ നടത്തുന്നത് മേഖലയിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കും. ഇതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതിനിടെ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിയ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടം വീട്ടാൻ സൗദിക്ക് വിമാനങ്ങൾ വിൽക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു എന്ന വാർത്തകളും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. 4ാം തലമുറ JF-17 തണ്ടർ മൾട്ടി റോഡ് ഫൈറ്റർ ജെറ്റുകളാണ് ഇത്തരത്തിൽ സൗദിക്ക് നൽകാൻ പാക് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പാകിസ്ഥാൻ ഇക്കാര്യം ഇനിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഈ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ്. ഒരു പാകിസ്ഥാൻ വിമാന നിർമ്മാണ കേന്ദ്രത്തിൽ സജീവമായി ഇവ നിർമ്മിക്കുകയുമാണ്. സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിനായി സൗദി അറേബ്യ മുമ്പ് പാകിസ്ഥാന് നൽകിയ $2 ബില്യൺ വായ്പയാണ് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. പ്രതിരോധ വ്യവസായം വർദ്ധിപ്പിക്കുന്നതിനായി ആയുധ കയറ്റുമതി വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ അടുത്തിടെ ശക്തമാക്കിയിട്ടുമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം വകവയ്ക്കാതെ ലിബിയൻ നാഷണൽ ആർമിക്ക് JF-17 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഇസ്ലാമാബാദ് ഒപ്പുവെച്ചതും വാർത്തയായിരുന്നു. യുദ്ധവിമാനങ്ങളും പരിശീലന വിമാനങ്ങൾക്കുമൊപ്പം ഡ്രോണുകളും ചെറിയ ആയുധങ്ങളുമാണ് പാകിസ്ഥാൻ വിൽക്കുന്നത്. ലിബിയയെ കൂടാതെ അസർബൈജാൻ, സിംബാബ്വെ, നൈജീരിയ, മ്യാൻമർ എന്നിവരാണ് പാകിസ്ഥാനിൽ നിന്ന് JF-17 വാങ്ങുന്നത്. 2025 ഡിസംബറിൽ 52 സൂപ്പർ മുഷാഖ് ട്രെയിനിംഗ് വിമാനങ്ങൾ തുർക്കിക്ക് കൈമാറിയിരുന്നു. അതിനൊപ്പമാണ് ബംഗ്ലാദേശിന് JF-17 യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള തീരുമാനവും വരുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 12 സൈനിക വിമാനങ്ങളാണ് ഇന്ത്യ നശിപ്പിക്കുകയോ കേടുപാട് വരുത്തുകയോ ചെയ്തതെന്നാണ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അന്ന് പറഞ്ഞത്. ഹാങ്ങറിലുണ്ടായിരുന്ന ഒരു C-130 വിമാനത്തിന് നാശനഷ്ടമുണ്ടായതിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യ തകർത്തവയുടെ പട്ടികയിലുള്ള പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ വിൽക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് പ്രധാന കാര്യം.